രാവുണ്ണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. വാ, ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ട് കൊടുക്കാം, അവനൊരു പ്രോത്സാഹനമാണ്. ശരി, അപ്പൊ ഓക്കെ. ഇത് പാക്ക് ചെയ്തു. രാവുണ്ണി ഒരു ഷർട്ട് എടുത്തോളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണ. അപ്പോൾ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക, അച്ഛനും അമ്മയായിട്ടും വരിക. ശരി, താങ്ക് യു. അത് 6114. ടോണി, ഇതിന്റെ ബില്ലിങ് തന്നെ ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്കായിരിക്കണം. അയ്യോ, സാർ ഇതിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എൻ്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പോൾ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഇങ്ങനെ പതറി നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നീ മിടുക്കന. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സർ, നന്ദില്ലാത്ത തന്നെ. നിർത്ത്. സ്റ്റോപ്പ്. പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല. അതിപ്പോൾ നമുക്ക് നമ്മളെ വർക്കുകളൊക്കെ തൽക്കാലം ചെക്കായിരുന്നല്ലേ ഉള്ളൂ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട, സാവധാനം നടക്കുമല്ലോ. അതുവരെ നമുക്ക് നമ്മളെ മറ്റുള്ള ബിസിനസ്സുകളായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതല്ല എൻ്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിൻ്റെ ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ആ സ്വാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സ്വാമി സഹായിച്ചു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂ രാവണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷേ പ്രോജക്റ്റിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസായി വിറ്റുപോയപ്പോൾ നീ പറയുന്ന എൻ്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി സ്വാമി ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാ സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്, ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരില്ല. നീ എന്ത് പോക്കിട്ടതീ കാണിച്ചു പിടിച്ചിട്ടേ? ഇതൊക്കെ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക് അല്ലേ? നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. മാറല്ലേ പറഞ്ഞത്? എവിടെ എന്താടാ? എന്തിനാ സാറേ വിൻസെന്റിനെ കൊണ്ടോണ്? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിച്ച് ആക്ഷൻ എടുക്കട്ടെ. അതിന്റെ ഉടമസ്ഥന്റെ പേരിലല്ലേ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില. ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. ഈ അതിന്റെ കടലാസൊക്കെ ഒന്ന് സാറിന്റെ അടുത്ത് കാണിച്ചോട്ടെ. സാർ, രാവുണ്ണി, നീ ധൈര്യമായിട്ടിരിക്കട. ഞാനകത്തായാലെന്താ, നീ പുറത്തു തന്നെ ഉണ്ടാവണം.
നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കും. പോവാ. ആരാ? വിൻസെന്റ് സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സാമിയുടെ മാനേജരാ. ഓ, വീടൊഴിയാൻ സാറിന് ഒരാഴ്ചയെങ്കിലും സമയം തരണമെന്ന് സാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ ഒഴിഞ്ഞോളാമെന്ന് സ്വാമിയോട് പറഞ്ഞോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ആ. അപ്പ ഇത്രയും വലിയ കളി കളിക്കുമ്പോ അപ്പൻ ഈ വീടെങ്കിലും ഒഴിവായിക്കൂടായിരുന്നോ? എല്ലാം അപ്പന്റെ ആർത്തി കൊണ്ട് സംഭവിച്ചതാ. ഇനിയിപ്പോ എല്ലാരും കൂടെ അനുഭവിക്കാം, അല്ലാണ്ടെന്താ? ആൽഫി, ആൽഫി, അപ്പാ, നീ പരീക്ഷ എഴുതാൻ പോയെന്നറിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണയെങ്കിലും പാസ്സാവുമോ? എല്ലാവരോടും ഞാൻ പൊക്കൊള്ളാൻ പറഞ്ഞു. വീടൊഴിഞ്ഞു കൊടുക്കുമ്പം വെറുതെ ഒരു സീനാവും. അപ്പാ, ഞാനപ്പുറം കൊണ്ടുപോകുമെന്നാ. കൊണ്ടുപോവുക? എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടേക്കുമില്ല. വിൻസെന്റ് പൊട്ടി പാളിസ എന്നുള്ള നേര, പക്ഷെ ഞാൻ ഫേസ് ചെയ്യും, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ ഒളിച്ചോടി പോണമെന്നാണോ നീ പറയുന്നത്? അപ്പൊ രാവണി ഞങ്ങൾ അപ്പന്റെ ബിനാമിയാണെന്നും അപ്പന് വേണ്ടിയാ ജയിലിൽ പോയെന്ന് എല്ലാവർക്കും അറിയാം. അതോടെ എല്ലാം അവസാനിക്കൂ. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് പറയാൻ നമുക്കിപ്പോ മറുപടി ഒന്നുമില്ല. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് നല്ല ബോധ്യമുണ്ട്. അതെനിക്കും അപ്പനും മാത്രം മനസ്സിലാവും. വയലന്റ് ആയി വരുന്ന ആൾക്കാർ മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു കൊടുക്കാൻ ഞാൻ അപ്പനെ വിടില്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ. അപ്പൊ ഞാൻ പറയുന്നത്